സ്റ്റുഡൻസിന് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. AI വന്നാൽ എൻ്റെ ജോബ് പോകുമോ, ഡിഗ്രി ഇല്ലെങ്കിൽ എനിക്കൊരു കരിയർ സെറ്റ് ആകുമോ, അതോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൽ ഏതാണെന്ന്, ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ക്ലിയർ ചെയ്യാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏറ്റവും ഏണിംഗ് പൊട്ടൻഷ്യലുള്ള സ്കിൽ ഏതാണ്? അതിനൊരു സിംഗിൾ ആൻസർ ഇല്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ കുറേ അധികം ബ്രാഞ്ചസ് ഉണ്ട്. SEO, പെർഫോമൻസ് മാർക്കറ്റിംഗ്, അക്കൗണ്ട് മാനേജ്മെൻറ്റ്, അങ്ങനെ ധാരാളം ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ. നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ല് കാണിക്കാൻ പറ്റുമോ അതാണ് നിങ്ങളുടെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏണിംഗ് പൊട്ടൻഷ്യൽ. കമ്പനിയിലേക്ക് സെയിൽസ് കൊണ്ടുവരുന്ന ആൾ, കമ്പനിക്ക് കുറേ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ, ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഒരാൾ, ഇങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ഡിഗ്രി വേണോ അതോ യൂട്യൂബ് മതിയോ? ഇത് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ ഡിഗ്രി ഇല്ലെങ്കിൽ കരിയർ ഇല്ല എന്നല്ല. നിങ്ങൾക്ക് പഠിക്കാം, യൂട്യൂബ് നോക്കി പഠിക്കാം, കോഴ്സ് ചെയ്ത് പഠിക്കാം, അത് ഇൻറ്റേൺഷിപ്പ്, ഫ്രീലാൻസ് വർക്ക് അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കാം. നിങ്ങൾക്ക് റിസൾട്ട് നന്നായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലാണ് കാര്യം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലേതാണ് ബെറ്റർ ചോയ്സ്? അത് ബെറ്റർ ചോയ്സ് എന്നൊന്നൊരു സംഭവമില്ല. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സൂട്ട് ചെയ്യുന്നത് ഏതാണ് എന്നതിലാണ് കാര്യം. അത് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, കോണ്ടൻറ്റ് ക്രിയേഷൻ, ഇങ്ങനെയുള്ള വഴികളിലൂടെ പോകാം. പിന്നെ ഡാറ്റ അനലിറ്റിക്സ്, പെയ്ഡ് ആഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ്, അങ്ങനത്തെയുള്ള റൂട്ടിലൂടെ പോകാം. ഇതിൽ എല്ലാവർക്കും ഒരു സിംഗിളായിട്ടുള്ള ഒരു ചോയ്സ് ഇല്ല. കരിയർ നോക്കി നിങ്ങൾ നിങ്ങളുടെ പാത്ത് ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് സൂട്ട് ചെയ്യുന്ന പാത്ത് അത് ചൂസ് ചെയ്യുക. കോണ്ടൻറ്റ് റൈറ്റിങ്ങിന് ChatGPT ഉണ്ട്, ഡിസൈൻ ചെയ്യാൻ ക്യാൻവയും ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്? അത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ AI-നോട് ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറയാം, പിന്നെ കോണ്ടൻറ്റ് റൈറ്ററിനോടും ഒരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് വരാൻ പറയാം. ഈ രണ്ട് സ്ക്രിപ്റ്റും പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഈ AI വെച്ചുണ്ടാക്കിയ സ്ക്രിപ്റ്റിൻ്റെ ഒരു സോൾ ഉണ്ടാവില്ല, അതിനൊരു ആത്മാവ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ കോണ്ടൻറ്റ് റൈറ്റർ റൈറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ടുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കറക്റ്റായിട്ട് ഹ്യൂമൻ എലമെൻറ്റ് കാണാൻ കഴിയും. സോ ആസ് എ വ്യൂവർ ആ ഒരു എലമെൻറ്റ് നന്നായിട്ട് നമ്മളെ ഹുക്ക് ചെയ്യും. അപ്പോൾ ChatGPT, Canva എന്നൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കോണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാം, ബട്ട് അതിലൊരു ഹ്യൂമൻ എലമെൻറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം. AI വന്നതുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ പണി പോകുമോ? അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ പണി പോവില്ല. ലോങ് ആൻസർ പറയുകയാണെങ്കിൽ AI യൂസ് ചെയ്യാൻ അറിയാത്ത ഡിജിറ്റൽ മാർക്കറ്റേഴ്സിൻ്റെ പണി പോകും. സോ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നതിന് കൂടെ AI ടൂൾസ് യൂസ് ചെയ്യാൻ പഠിക്കുക, അത് കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിങ്ങനെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണി ഒരിക്കലും പോയില്ല. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. ആൻഡ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ.